സ്ഥലത്തു നിന്നാണ്. അപ്പം ഞങ്ങൾ ഒരു 3-4 ഫാമിലീസ് ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ഇവിടേക്ക് വരുമ്പം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഞങ്ങളുടെ യാത്ര അത്രയും ദൂരം ഞങ്ങൾ യാത്ര ചെയ്ത് വേസ്റ്റ് ആവരുതെന്ന് മാത്രമാണ്. നമ്മൾ മെയിനായിട്ട് യൂട്യൂബിലെ റിവ്യൂസും അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഇത് സെലക്ട് ചെയ്തത്. അപ്പം മെയിനായിട്ട് ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പല സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ വാട്ടർഫോൾ ആയിരുന്നു. അതിൻ്റെ ഒരു പിൻബലത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം. നമ്മള് സ്റ്റേ ചെയ്തതിന്റെ പുറകുവശത്ത് കാണുന്ന ലക്ഷറി വില്ലയിലായിരുന്നു. അടിപൊളി താമസം, അതാണ് നമുക്ക് ഒറ്റ വാക്കിൽ അതിനെ കുറിച്ച് പറയാൻ പറ്റാവുന്നത്. നമ്മളെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് റിസോർട്ടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു വ്യത്യസ്തമായിട്ട് വെറൈറ്റി ആയിട്ട് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഒരുപാട് നമുക്ക് ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അതൊക്കെ ഫുൾഫിൽഡ് ആയിട്ടുള്ള ഫൺഫിൽഡ് ആയിട്ടുള്ള ഒരു റിസോർട്ട്. ഒറ്റ വാക്കിൽ പറയാം, ഇത് എല്ലാവരും വരണം, എല്ലാവരും എൻജോയ് ചെയ്യണം. വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇതാണ്. പ്രകൃതിയെ അത്രമാത്രം സംരക്ഷിച്ചുകൊണ്ടിട്ടുള്ള ഒരു വലിയൊരു പ്രൊജക്റ്റാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഹോളിസ്റ്റിക് ടീമിന് ഒരു വലിയ തംസ് അപ്പ്. ഓക്കെ, ഇവിടുത്തെ വെള്ളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് കുളി, അതായത് കുളിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ടാവുന്ന വാട്ടർഫോൾസിലാണ്. വാട്ടർഫോൾസ് എന്ന് പറയുമ്പോൾ വലിയ വാട്ടർഫോൾസ് അല്ലെങ്കിലും നമ്മൾ എൻജോയ് ചെയ്യുന്നു. അതിൽ ആ വെള്ളത്തിൻ്റെ ഒരു ക്വാളിറ്റി, അതിൻ്റെ ഒരു തണുപ്പും നമ്മൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കയറി ഞങ്ങൾ ഒരു 3 മണിക്കൂറാണ് അതിൽ ചിലവഴിച്ചത്. അപ്പോൾ ഫാമിലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, വളരെ സേഫാണ്. കർണാടകയുടെയും കേരളത്തിൻ്റെയും അതിർത്തിയിൽ നമ്മൾ കുളിക്കുന്നു. പിന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് എല്ലാവർക്കും സേഫ് ആയിട്ട് ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഉണ്ട്. അവർക്കെല്ലാം ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് ആക്ടിവിറ്റികൾ നമ്മൾ ഇതിൽ ഒതുങ്ങിയിട്ടുണ്ട്. ബർമ ലൈൻ ഉണ്ട്, പിന്നെ സിപ്പ് ലൈൻ ഉണ്ട്, ഓഫ് റോഡ് ട്രക്കിംഗ് ഉണ്ട്, പിന്നെ അങ്ങനെ നമുക്ക് ഫാം ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പരിചയപ്പെടാനും എന്താ പറയുക, ഒരു ഫാമിലിക്ക് ഉള്ള ഫുൾ പാക്ക്ഡ് എന്റർടൈൻമെന്റ് ആണ് ഇവിടെ ഉള്ളത്. എല്ലാവരും വരണം, എൻജോയ് ചെയ്യണം. അപ്പൊ ഇന്ന് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ ഹാപ്പി ഓണം. ഹോളിസ്റ്റിക് ടീമിനും നമ്മുടെ കനകൻ സാർ ഇവിടെ ഉണ്ടായിരുന്നത്, ഇപ്പം അങ്ങോട്ട് പോയി. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ ഹാപ്പി ഓണം. ഇൻസ്റ്റയിൽ ഞാൻ തന്നെയാണ് ഈ കണ്ണൂരിക്കാണ് പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം എവിടെ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഈ കുറേ റിസോർട്ടുകൾ തപ്പിയപ്പോൾ ഹോളിസ്റ്റിക് ആണ് കിട്ടി. അപ്പോൾ സംഭവം ഒരു പൂവെങ്കിലും ഇവിടെ ഉണ്ടാവും. കാരണം ഫോട്ടോയിൽ നമ്മൾ കുറേ കാണുന്നുണ്ട്, പക്ഷെ എങ്ങനെയാവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു പൂവെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. നമുക്ക് വേണ്ടി ഒരു പൂക്കാലം തന്നെ ഇവിടെ ഉള്ളവരെല്ലാവരും ഒരുക്കി വെച്ചിരുന്നായിരുന്നു. അപ്പോൾ അത് വളരെ ഈ ഓണത്തിൻ്റെ അന്ന് തന്നെ നമുക്ക് ഒട്ടും അടുപ്പ് തോന്നിക്കാതെ ഇവിടെ ഉഗ്രം സദ്യ അടക്കം കഴിച്ചു. അപ്പോൾ വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ഫാമിലി ആയിട്ട് വന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ ഇന്ന് ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറേ ആക്ടിവിറ്റീസ് ഇവിടെ പറഞ്ഞു. എല്ലാവർക്കും ഒരു പക്ഷേ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഉള്ള സമയം എല്ലാവരും ഒരുമിച്ച് കൂടാൻ ഒരു ദിവസം രാത്രി വന്ന് ഒരു ദിവസം രാത്രി ഇവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ചെക്കൗട്ട് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഒരിക്കലും അതൊരു നഷ്ടമാവില്ല. എല്ലാം കൊണ്ടും മൊത്തത്തിൽ എങ്ങനെ നോക്കിയാലും ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും വിസിറ്റ് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ആവണം. ക്യാമ്പ് ഫയറിനെ കുറിച്ച് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ, ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു നൈറ്റ് വേർത്ത് ആയിട്ട് ഉള്ളൊരു പ്രോഗ്രാം തന്നെയായിരുന്നു ക്യാമ്പ് ഫയർ. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല സർവീസാണ്. എല്ലാവരുടെയും നന്നായിട്ട് നമ്മളെ എല്ലാ സ്പോട്ടും കാണിക്കാനും കൂടെ നടന്ന എല്ലാതും പറഞ്ഞു തരാനും അതുപോലെ എല്ലാ കാര്യത്തിനും അവരെ ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ള ഫുഡിനെ കുറിച്ചിട്ടാണ്. സമയത്ത് കൃത്യസമയത്ത് പറഞ്ഞ നേരത്തൊക്കെ ഫുഡ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. നല്ല വൃത്തിയോടുകൂടി തയ്യാറായിരുന്നു. വൃത്തിയോടുകൂടി വിളമ്പിത്തരുന്നതിനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ എല്ലാവർക്കും ധൈര്യമായിട്ട് വരാവുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ റിസോർട്ട്സ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ 24 മണിക്കൂർ നമ്മളിവിടെ ഉണ്ടായിരുന്നു. അതിൽ 6 മണിക്കൂർ ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം എവിടെയും ഒരു ലാഗും ഇല്ലാതെ എല്ലാ കാര്യം എനിക്ക് എത്താൻ പറ്റി. ഒരു ദിവസം ഞങ്ങൾ ടൈറ്റ് ഷെഡ്യൂൾ ആവുമെന്നാണ് വിചാരിച്ചത് വരുന്ന സമയത്ത്. പക്ഷേ എല്ലാത്തിനും ഒരു കറക്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ വെച്ച് ഒരിക്കലും ലാഗ് തോന്നിയില്ല, ഒരിക്കലും മടുപ്പ് തോന്നിയില്ല. അങ്ങനെ അടിപൊളിയായിട്ട് തന്നെയാണ് നമ്മളിന്ന് ഇവിടുന്ന് പോണത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു യോഗ കൊടുക്കാം. തേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ സാറ് വളരെ, നമുക്കിവിടെ കനകൻ സാറ് വളരെ നല്ലൊരു ക്ലാസ്സാണ് എടുത്തത്. പല അറിയാത്ത കാര്യങ്ങളും അതിൽ നിന്ന് വളരെയധികം രസകരമായിട്ട് ഞങ്ങൾക്ക് അത് പ്രസന്റ് ചെയ്തു. അപ്പോൾ അതിനുള്ളൊരു സൗകര്യമുണ്ട്, നമുക്ക് പഠിക്കാനുള്ളൊരു സൗകര്യം ഇവിടെ ഒരുക്കുന്നു. അതൊരു പ്രത്യേക ഒരു അനുഭവമായിട്ട് അനുഭവപ്പെട്ടു. നമുക്കൊരു യോഗ കൊടുത്ത് അവസാനിപ്പിക്കാം.